നമസ്കാരം. VSGS അക്കൗണ്ടിങ് സിംപ്ലിഫൈഡിൻ്റെ 14ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ജേണൽ എന്ന് പറയുന്ന ബുക്കിനകത്ത് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നത് എങ്ങനെ, അതുപോലെ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് അക്കൗണ്ട്സ് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, ഇവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പരിശോധിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഈ ലെഡ്ജർ ബാലൻസുകളെ, അതായത് ലെഡ്ജർ ബുക്കിനകത്തുള്ള അക്കൗണ്ട്സുകളെ ബാലൻസ് ചെയ്തിട്ട് ആ ബാലൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ എന്തിനാണ് ഈ ട്രയൽ ബാലൻസ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പോകുന്നതാണ് ഉത്തമം എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കിയതാണെങ്കിൽ കൂടുതൽ ഉപയോഗപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് ട്രയൽ ബാലൻസ് എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറയാം. അതായത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത അക്കൗണ്ടുകളുടെ അരിത്തമെറ്റിക്കലായിട്ടുള്ള ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറയുന്ന ട്രയൽ ബാലൻസ്. നമുക്കറിയാം, നമ്മൾ അണ്ടർ സൈറ്റ് വഴിയോ ഓവർ സൈറ്റ് വഴിയൊക്കെ ഈ എമൗണ്ടുകളിൽ ചിലപ്പോൾ ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ടും ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ടുകൾ തമ്മിൽ വ്യത്യാസം കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഡെബിറ്റ് ചെയ്ത എമൗണ്ടും ക്രെഡിറ്റ് ചെയ്ത എമൗണ്ടും ഒരേപോലെ ഇരിക്കണം എന്നുള്ളത് നമുക്കറിയാം. അത് ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. ഓരോ ഡെബിറ്റിൻ്റെ ടോട്ടലും ഓരോ ക്രെഡിറ്റിലെ ടോട്ടലും എന്തായിരിക്കണം, ഒരുപോലെ ഇരിക്കണം, അല്ലെങ്കിൽ ടാലി ആവണം. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ട്സുകളുടെ ബാലൻസുകൾ എടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ട്രയൽ ബാലൻസ് വിളിക്കാം. ഈ ട്രയൽ ബാലൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഈ ട്രയൽ ബാലൻസിലെ ഡെബിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് നോക്കിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതൊക്കെ എക്സ്പെൻസ് ആണോ എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യും, ഇൻകം അല്ലെങ്കിൽ ഗെയിൻ എല്ലാം ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും അങ്ങനെ തന്നെ. പിന്നെ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ തിരിച്ചറിയുന്നത് ഈ ട്രയൽ ബാലൻസിൽ നിന്നാണ്. അപ്പോൾ ഈ ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷൻ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനും ഒരു ബേസാണ്. അപ്പോൾ ഈ ട്രയൽ ബാലൻസിൽ ഈ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ടാലി ആയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരുപോലെ വന്നില്ലെങ്കിൽ, അപ്പം നമുക്ക് അവിടെ വെച്ച് തന്നെ ഒന്ന് പുറകോട്ട് പോയിട്ട് ജേണൽ ലെഡ്ജറും പരിശോധിച്ച് ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് പിന്നീട് ഫൈനൽ അക്കൗണ്ട്സിലേക്ക് പോവാം. കാരണം ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അറിയാമല്ലോ, പ്രോഫിറ്റ് ഓർ ലോസോ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പൊസിഷനും അറിയാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു തെറ്റ് വരാതിരിക്കാൻ നേരത്തെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നേരത്തെ പറയും പോലെ തന്നെ കാർട്ടർ എന്ന് പറയുന്ന ഒരാൾ ട്രയൽ ബാലൻസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ട്രയൽ ബാലൻസ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ടേക്കൺ ഔട്ട് ഫ്രം ദ ലെഡ്ജർ. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ ബാലൻസസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ടേക്കൺ ഫ്രം ക്യാഷ് ബുക്ക്. ഇത്രയാണ് കാർട്ടറുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ. അതായത് ഇതൊരു ലിസ്റ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ആണ്. എവിടെ നിന്ന് എടുക്കുന്നു എന്ന് വെച്ചാൽ ലെഡ്ജറിൽ നിന്നാണ് എടുക്കുന്നത്. ഇതുകൂടാതെ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും കൂടെ കൺസിഡർ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ നീഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് തന്നെയാണ് ടു അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്സ് തന്നെയാണ് ആദ്യത്തത്. രണ്ടാമത്തത് ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. മൂന്നാമത്തത് ടു ഒബ്റ്റെയിൻ എ സമ്മറി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. അതായത് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഒരു സമ്മറിയാണ് ശരിക്കും ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഈ 4 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഈ ലെഡ്ജറും ജേണലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബന്ധവും ഇല്ല. പക്ഷേ അവിടെ ചെയ്തത് ശരിയാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ പരിശോധിക്കാം.
ഈ ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോമാറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഫോമിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാ അസറ്റുകൾക്കെല്ലാം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ആ അസറ്റ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് ഇൻ ബാങ്കോ അസറ്റാണ്. ഫർണിച്ചർ, മെഷീനറി, സ്റ്റോക്ക് വരെ അതിൻ്റെ അസറ്റുകളാണ്, ബിസിനസ്സിൻ്റെ അസറ്റുകളാണ്. അപ്പോൾ ഈ അസറ്റ്സിനെല്ലാം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതാം. അതുപോലെ എല്ലാ ലയബിലിറ്റീസും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് അവ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ലയബിലിറ്റീസിൽ നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോണ്, ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ഇവയെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. എങ്ങനെ ക്രെഡിറ്റ് ബാലൻസ് ആയി എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് എപ്പോഴും ഓൾവേസ് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ്. അതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ തന്നെ എഴുതണം. ഡ്രോയിങ്സ് ആണെങ്കിൽ ക്യാപിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഡ്രോയിങ്സ് അക്കൗണ്ട്, ലെഡ്ജറിലുള്ള ഡ്രോയിങ്സ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഷോ ചെയ്യുക. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതാം. പർച്ചേസസ് നടന്നാൽ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അത് സെയിലാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റ് ബാലൻസും സെയിൽസ് റിട്ടേൺസ് ഡെബിറ്റ് ബാലൻസും കാണിക്കും. ഈ 4 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഈ ബാലൻസുകൾ എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ബാലൻസ് എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ പറയാം. ലെഡ്ജർ അക്കൗണ്ടിൽ ഏത് സൈഡാണോ കൂടുതൽ എമൗണ്ട് നോക്കുക. ലെഡ്ജർ ഫോമാറ്റ് ഒരു ഡെബിറ്റ് സൈഡിൽ ഇപ്പോൾ എമൗണ്ട് കോളം കാണും, ക്രെഡിറ്റ് സൈഡിലും എമൗണ്ട് കോളം കാണും. ഇതിലേത് കോളമാണോ കൂടുതൽ, അതായത് എമൗണ്ട് കോളത്തിൽ ഏത് എമൗണ്ട് ആണോ കൂടുതൽ ടോട്ടലിയും വരുന്നത്, അതിനെയാണ് ആ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ആണെങ്കിൽ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക, ശ്രദ്ധിച്ചാൽ മതി. സെയിൽസ് അക്കൗണ്ട് ആണ് നമ്മൾ ലെഡ്ജറിലുണ്ടെങ്കിൽ അത് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. പർച്ചേസസ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ പർച്ചേസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. സെയിൽസ് റിട്ടേൺസ് ആണെങ്കിൽ എപ്പോഴും എന്താ പറയുക, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. എന്താണ് പർച്ചേസ് റിട്ടേൺസ്, എന്താണ് സെയിൽസ് റിട്ടേൺസ് എന്ന് കൺസിഡർ ചെയ്യാതെ, അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺസും പർച്ചേസ് റിട്ടേൺസും സെയിൽസ് റിട്ടേൺസും കൺസിഡർ ചെയ്യാതിരുന്നാൽ നഷ്ടം അല്ലെങ്കിൽ ലാഭം കുറയും, അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം വാങ്ങിയിട്ട് അത് വിൽക്കാൻ സാധിക്കാതെ തിരിച്ചു കൊടുക്കുന്നതാണ് പർച്ചേസ് റിട്ടേൺ. അതുപോലെ തന്നെ കസ്റ്റമർ വാങ്ങിയിട്ട് അവർക്ക് ഉപയോഗമില്ലാത്ത എന്ന് തോന്നി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ തിരിച്ചു തരുന്നതാണ് അത് സെയിൽസ് റിട്ടേൺസ്. ഒരു ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും കൺസിഡർ ചെയ്യണം. അപ്പോൾ പർച്ചേസിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പർച്ചേസ് റിട്ടേൺസ്, സെയിൽസിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സെയിൽസ് റിട്ടേൺസ്. അതുപോലെ എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. എല്ലാ ഇൻകവും അല്ലെങ്കിൽ ഗെയിനും ക്രെഡിറ്റ് ബാലൻസ് കാണിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ട്രയൽ ബാലൻസിൻ്റെ ഫോമാറ്റിലേക്ക് പോവുകയാണെങ്കിൽ, ട്രയൽ ബാലൻസിൻ്റെ ഫോമാറ്റ് ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഹൊറിസോണ്ടലായിട്ട് 2 ലൈൻ, അതിനെ 4 കോളമായിട്ട് വെർട്ടിക്കലായിട്ട് തിരിക്കാം. ആദ്യത്തെ കോളം നെയിം ഓഫ് അക്കൗണ്ട്സ്, അത് ഇച്ചിരി വലിയ കോളം ആയിരിക്കണം. അടുത്തൊരു ചെറിയ കോളമാണ്, അത് ലെഡ്ജർ ഫോളിയോ കോളമാണ്. നമ്മൾ നേരത്തെയൊക്കെ പറയും പോലെ ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ, ഇപ്പോൾ പർച്ചേസസ് അക്കൗണ്ടാണ് എഴുതുന്നതെങ്കിൽ ആ പർച്ചേസസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ ഈ പർച്ചേസസ് അക്കൗണ്ട് ലെഡ്ജറിൽ ഏത് പേജിലുണ്ടോ ആ നമ്പർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളം. അങ്ങനെ ലെഡ്ജർ ഫോളിയോ കോളം. പിന്നെ ബാലൻസുകൾക്കുള്ള 2 കോളം, ഒരു ഡെബിറ്റ് ബാലൻസും മറ്റൊന്ന് ക്രെഡിറ്റ് ബാലൻസും. അപ്പോൾ ഇങ്ങനെ 4 കോളം ഉപയോഗിച്ച് വരച്ചിട്ടാണ് അതിനകത്ത് ഈ പറയുന്ന പോലെ അക്കൗണ്ട്സിൻ്റെ പേര്, അതിന് ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് കോളത്തിൽ, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് കോളത്തിൽ,
ഈ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും അവസാനം ടോട്ടൽ ചെയ്യുമ്പോൾ അത് ഈക്വൽ ആയാൽ അല്ലെങ്കിൽ ടാലി ആയാൽ നമ്മൾ നേരത്തെ ചെയ്ത ജേണൽ എൻട്രിയും അതുപോലെ പോസ്റ്റിങ്ങും കറക്റ്റാണ് എന്ന് തീരുമാനിക്കാം. അതല്ല അവിടെ ഈ ടാലിയിങ്ങിൽ അല്ലെങ്കിൽ ഈ രണ്ട് എമൗണ്ടിലും എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ ഏത് സൈഡ്, അതായത് ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡാണോ വ്യത്യാസം വരുന്നത് എന്ന് പരിശോധിച്ച് പുറകോട്ട് പോയിട്ട് തിരുത്താനുള്ള ഒരു സമയം ഈ ട്രയൽ ബാലൻസ് നമുക്ക് തരും. ഇനി എന്തൊക്കെ ഐറ്റംസാണ് ഈ ട്രയൽ ബാലൻസിൽ വരിക എന്നൊന്നും കൂടെ ഒന്ന് പരിശോധിക്കാം നമുക്ക്. ഞാൻ ആദ്യം പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയാൻ നമുക്കറിയാം, സ്റ്റോക്ക് വരുന്നത് എവിടെ നിന്നെന്ന് വെച്ചാൽ പർച്ചേസിൽ നിന്നാണല്ലോ. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് എല്ലാം റിയൽ ഐറ്റം അല്ലെങ്കിൽ അസറ്റ് എല്ലാം ഡെബിറ്റ് ബാലൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഇവിടെ പ്രസക്തമായിട്ട് പറയേണ്ടതുണ്ട്. അത് ക്ലോസിംഗ് സ്റ്റോക്കാണ്, അതായത് ഈ വർഷം അവസാനത്തെ ഗുഡ്സിൽ ബാക്കി വരുന്നതാണല്ലോ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസിനെ നമ്മൾ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യും. പർച്ചേസാണ് ഗുഡ്സ്, അതിനെ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്താൽ മാസ അവസാനം അല്ലെങ്കിൽ വർഷ അവസാനം ഉണ്ടാകുന്ന ആ ഗുഡ്സിൻ്റെ ബാലൻസ് ആണല്ലോ ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത വർഷം ഓപ്പണിംഗ് സ്റ്റോക്കായി മാറും. അങ്ങനെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് ആദ്യത്തെ ഐറ്റമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കൺസിഡർ ചെയ്താൽ മാത്രമേ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അത് അടുത്ത സെഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിനാണെങ്കിൽ അത് ഈ റിയൽ ഐറ്റമാണ് അല്ലെങ്കിൽ അസറ്റാണ്, അതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇനി രണ്ടാമത് ഞാൻ ഉദ്ദേശിക്കുന്ന പർച്ചേസസ് ആണ്. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റോക്കായിട്ട് മാറ്റിയിട്ടില്ല. ആ വർഷം പിന്നീട് കഴിഞ്ഞ വർഷം ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് ഉണ്ടായിരുന്നത് കൂടാതെ ആ വർഷം വാങ്ങിയ ഗുഡ്സുകളുടെ എമൗണ്ടാണ് പർച്ചേസിൽ വരിക. പർച്ചേസസ് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു പർച്ചേസ് ചെയ്യുന്നത് ഗുഡ്സാണ്, ഗുഡ്സിന് അസറ്റാണ്, അതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും വരിക. ഇതെങ്ങനെ ഡെബിറ്റ് ബാലൻസ് ആവണം എന്നും കൂടെ ഒന്ന് പ്രൂവ് ചെയ്ത് പോകാം. ഇപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി നമുക്കറിയാം, ഗുഡ്സ് വാട്ട് കംസ് ഇൻ, അതുകൊണ്ട് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ. ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ടു ക്യാഷ് വാട്ട് ഗോസ് ഔട്ട്, അതുകൊണ്ട് ക്യാഷിന് ക്രെഡിറ്റ് കൊടുക്കും. അതല്ല ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ ഒരു ക്രെഡിറ്റർ ഉണ്ടാവും. എപ്പോഴും പറയുന്നത് പോലെ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതുന്നത് ക്യാഷ് കൊടുത്ത് വാങ്ങിയാലും കടത്തിന് വാങ്ങിയാൽ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റർ, ആരെയിൽ നിന്നാണോ വാങ്ങുന്നത് അയാളുടെ പേരും കാണും. അപ്പോൾ ഈ പർച്ചേസസ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു എന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അവിടെ ഒരു ഡെബിറ്റ് സൈഡിൽ ഒരു പോസ്റ്റിംഗ് വന്നു എന്നാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് വന്നാൽ ക്രെഡിറ്റ് സൈഡിൽ ഒന്നും ഇല്ലെങ്കിൽ ആ ഡെബിറ്റ് സൈഡിലെ ടോട്ടലാണല്ലോ അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. അതല്ല ക്രെഡിറ്റ് സൈഡിൽ എന്തെങ്കിലും എൻട്രി വന്നാൽ, അതായത് ഇപ്പോൾ എൻട്രി വരാൻ സാധ്യതയുള്ളത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തെങ്കിൽ നമ്മൾ പൈസ കൊടുക്കും. അത് പർച്ചേസിനകത്ത് പൈസ കൊടുക്കാൻ അത് ക്രെഡിറ്ററെ ബാധിക്കുകയുള്ളൂ. ക്രെഡിറ്റർ അക്കൗണ്ട് ഉണ്ടാവും, അതിലെ ബാധിക്കുകയുള്ളൂ. പർച്ചേസിൽ വ്യത്യാസം വരുന്നെങ്കിൽ പർച്ചേസ് റിട്ടേൺസ് വരണം. റിട്ടേൺസ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ജേണൽ എൻട്രി ആയിരിക്കും വരിക, ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് ആർക്കാണോ കൊടുത്തത് അല്ലെങ്കിൽ വാങ്ങിയത് കൊടുക്കേണ്ടത് ആ സാധനം തിരിച്ചു കൊടുക്കണം, ഗുഡ്സ് തിരിച്ചു കൊടുക്കണം, അയാളെ ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട് എന്നായിരിക്കും എഴുതുക. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ ഒരു പർച്ചേസ് റിട്ടേൺസ് വരും. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ടു ആളിൻ്റെ പേര് എഴുതിയ സ്ഥാനത്ത് പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്ന് എഴുതേണ്ടി വരും ആ ജേണൽ എൻട്രി. അപ്പോൾ പർച്ചേസിൽ ഒരു ക്രെഡിറ്റ് വരും. അങ്ങനെ പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റിൽ പർച്ചേസിൻ്റെ പർച്ചേസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് വരും. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്ത് തിരിച്ചു കൊടുത്തതിൻ്റെ കുറച്ചിട്ടുള്ള ബാലൻസ് ആയിരിക്കും കിട്ടുക. അതല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ അത് ഡെബിറ്റ് സൈഡിൽ കൂടുതലും ക്രെഡിറ്റ് സൈഡിൽ കുറവായിരിക്കും, അതിൻ്റെ ബാലൻസ് കിട്ടും. അപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും പർച്ചേസ് അക്കൗണ്ട്. അങ്ങനെ പർച്ചേസ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ പർച്ചേസസിന് ഡെബിറ്റ് കൊടുക്കാം ട്രയൽ ബാലൻസിൽ. പർച്ചേസ് റിട്ടേൺസ് ഞാൻ പറഞ്ഞു, പർച്ചേസസിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺസിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതുപോലെ സെയിൽസ് എടുത്താൽ, സെയിൽ നടന്നാൽ ജേണൽ എൻട്രി ക്യാഷ് വാട്ട് കംസ് ഇൻ, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ ക്യാഷ് സെയിൽ ആണെങ്കിൽ ടു സെയിൽസ് എന്ന് എഴുതുക.
അപ്പോൾ സെയിൽസിൻ്റെ അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട് ലെഡ്ജറിലേക്ക് പോകുമ്പോൾ ബൈ ക്യാഷ് എന്നായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരിക എൻട്രി അല്ലെങ്കിൽ പോസ്റ്റിംഗ് വരിക. അപ്പോൾ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, ഡെബിറ്റിലൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് നടന്നാൽ ജേണൽ എൻട്രി തിരിയും. സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് എന്ന് പറയും. അപ്പോൾ ജേണൽ എൻട്രി വച്ചിട്ട് പോസ്റ്റിംഗ് വരുമ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ ഒരു ബൈ സെയിൽസ് റിട്ടേൺസ്, സെയിൽസ് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് എന്നാണ് പോസ്റ്റ് ചെയ്തതെങ്കിൽ സെയിൽസ് അക്കൗണ്ടിൽ ഒരു ബൈ ക്യാഷ് ആയിരിക്കും കിടക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ജേണൽ എൻട്രി തിരിയണം. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് നടക്കുമ്പോൾ സെയിൽസ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് റിട്ടേൺസും ജേണൽ എൻട്രി ആണ്. എങ്കിലേ സെയിൽസ് അക്കൗണ്ടിൽ ഡെബിറ്റിൽ ഒരു എൻട്രി വരുള്ളൂ. അങ്ങനെ അതും ഈ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡായിരിക്കും കൂടുതൽ. അതുകൊണ്ട് സെയിൽസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ അത് എഴുതാം. അപ്പോൾ പർച്ചേസസ്, സെയിൽസ് റിട്ടേൺസ്. ഇനി ഏതെങ്കിലും എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ, എക്സ്പെൻസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്. റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജേണൽ എൻട്രി എന്തായിരിക്കും എഴുതുക? റെൻ്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്നാണ്. കാരണം ക്യാഷ് വാട്ട് ഗോസ് ഔട്ട് ആയതുകൊണ്ട് ക്യാഷിന് എപ്പോഴും ക്രെഡിറ്റ് കൊടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ റെൻ്റ് അക്കൗണ്ടിലേക്ക് പോയാൽ ആ റെൻറ്റിന് ഒരു ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. പോസ്റ്റിംഗ് എവിടെ ആയിരിക്കും? ഡെബിറ്റിലായിരിക്കും. ടു ക്യാഷ് എന്നായിരിക്കും. അപ്പോൾ ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിൽ എഴുതാം. അതുപോലെ തന്നെയാണ് ഒരു ഇൻകം വന്നാൽ, ഇൻകം അല്ലെങ്കിൽ ഗെയിൻ വരുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം വരാം. ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് റിസീവ് ചെയ്താൽ അത് ഇൻകവും, ഡിസ്കൗണ്ട് അലൗ ചെയ്താൽ അത് എക്സ്പെൻസുമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് അല്ല, ഇൻകം ആയതുകൊണ്ട് അതിന് ക്രെഡിറ്റാണ് കൊടുക്കുക. അപ്പോൾ ക്യാഷ് വാട്ട് കംസ് ഇൻ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നായിരിക്കും ജേണൽ എൻട്രി. അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിൽ പോകുമ്പോൾ അവിടെ ഒരു ക്രെഡിറ്റ് എൻട്രി ആയിരിക്കും വരിക ബൈ ക്യാഷ്. അപ്പോൾ ആ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ടാണ് വരയ്ക്കുന്നതെങ്കിൽ അത് ഇൻകമാണ്, അതിനൊരു ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ എക്സ്പെൻസസിന് ഡെബിറ്റ് ബാലൻസും ഇൻകം ക്രെഡിറ്റ് ബാലൻസും ആവും. അപ്പോൾ ആ ഇൻകം വന്നാൽ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതണം. ഇനി ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം. ക്യാപിറ്റലിൻ്റെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു ബൈ ക്യാഷ് ആയിരിക്കും വരിക. അപ്പോൾ അവിടെയും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡ്രോയിങ്സ്. ക്യാപിറ്റലിൽ നിന്നും വിഡ്രോ ചെയ്ത് പോകുന്നു, അതുകൊണ്ട് ഡ്രോയിങ്സിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇങ്ങനെ വീണ്ടും ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇതും ട്രയൽ ബാലൻസ് വരുന്ന രണ്ട് ഐറ്റംസ് ആണ്. ഡെറ്റേഴ്സിന് നമുക്ക് ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും. ഒരു ഉദാഹരണം വഴി ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഒന്ന് നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോവാം. എപ്പോഴും ക്രെഡിറ്റേഴ്സ് ഫോം ചെയ്യുന്നത് ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോഴാണ് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജേണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് അറ്റഡ് ടു ആരാണോ സാധനം തന്നത്, ഗുഡ്സ് സപ്ലൈ ചെയ്തത്, അവരുടെ പേരെഴുതും. അപ്പോൾ ക്രെഡിറ്ററിൻ്റെ ആ ലെഡ്ജറിൽ അക്കൗണ്ടിലേക്ക് പോയാൽ അയാളുടെ അവിടെ അക്കൗണ്ട് ഉണ്ടാവും. അവിടെ ബൈ എന്നായിരിക്കും, അതായത് ബൈ പർച്ചേസസ് എന്നായിരിക്കും. പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ആ ക്രെഡിറ്ററുടെ പേരല്ലേ, അതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ബൈ പർച്ചേസസ് എന്നായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. നോക്കൂ, ബൈ പർച്ചേസ് എന്ന് പറഞ്ഞാൽ അവിടെ ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ക്രെഡിറ്ററുടെ ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഡെറ്റേഴ്സ് വരുന്നത് എപ്പോഴും ക്രെഡിറ്റിന് സെയിൽ നടത്തുമ്പോഴാണ്. സെയിൽ നടക്കുമ്പോൾ ജേണൽ എൻട്രി ആരാണോ നമ്മളെ നിന്ന് മേടിച്ചത്, റിസീവർ, അയാൾക്ക് ഡെബിറ്റ് കൊടുക്കും. അപ്പോൾ ഡെറ്റർ എന്ന് പറയുന്ന ആളിന് ഡെറ്റർ ടു സെയിൽസ് എന്നായിരിക്കും ജേണൽ എൻട്രി. അപ്പോൾ അയാളുടെ ഡെറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ രാമുവിൻ്റെ നിന്നാണ് സാധനം വാങ്ങിയെങ്കിൽ രാമുവിൻ്റെ അക്കൗണ്ട് ലെഡ്ജറിൽ കാണും. ആ രാമുവിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നത് ടു സെയിൽസ് എന്നായിരിക്കും. അവിടെ ഡെറ്റർ ആയതുകൊണ്ട് അയാൾക്ക് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഡെറ്റർ ആണെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ബാലൻസ് എടുത്തിട്ട്
അത് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ക്രെഡിറ്റേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ക്രെഡിറ്റർ ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം ട്രയൽ ബാലൻസിൻ്റെ. പിന്നെ 2 ഐറ്റം കൂടെ പറഞ്ഞു പോകാം, ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബില്ലിൽ മേൽ പൈസ കിട്ടാനുണ്ട്, അതുകൊണ്ട് അത് കിട്ടാനുള്ള എല്ലാം പറഞ്ഞല്ലോ എവിടെയായിരിക്കും എഴുതുക? ബിൽസ് റിസീവബിൾ ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലും ഡെബിറ്റ് ബാലൻസും, ബിൽസ് പേയബിൾ ആണെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുന്നു, ബിൽസ് റിസീവബിൾ ആണെങ്കിൽ അസറ്റാണ്, അസറ്റിനാണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആണ്, ഡെബിറ്റ് സൈഡിൽ എഴുതാം. ബിൽസ് പേയബിൾ ആണെങ്കിൽ ലയബിലിറ്റി ആണ്, കൊടുക്കേണ്ടതാണ്, അതുകൊണ്ട് അത് ക്രെഡിറ്റ് സൈഡിലും അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് കോളത്തിൽ, ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലും എഴുതാം. ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ഈ പറയുന്ന ബാലൻസുകൾ എഴുതിയതിന് ശേഷം ഈ ട്രയൽ ബാലൻസ് ടോട്ടൽ ചെയ്യുമ്പോൾ ഈ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഒരുപോലെ വന്നാൽ അക്കൗണ്ടിങ് പ്രോസസ്സിലേക്ക് 3ാമത്തെ സ്റ്റെപ്പ് പൂർണ്ണമാകും. 4ാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ 5ാമത്തെയും ഈ പറയുന്ന പോലെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനാണ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ടാലിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ടാലി ആയില്ലെങ്കിൽ പുറകോട്ട് പോയിട്ട് അത് തിരുത്തിയിട്ട് കംപ്ലീറ്റ് ക്ലിയർ ആക്കിക്കൊണ്ട് നമുക്ക് ഫൈനൽ അക്കൗണ്ട്സിലേക്ക് പോകാം. അപ്പോൾ ഈ ടാലി ആയാൽ വേറെ ഒന്നും നോക്കണ്ട, ഫൈനൽ അക്കൗണ്ട്സിലേക്ക് പോകാം. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ അടുത്തുള്ള വീഡിയോകളിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പർച്ചേസ് ആണല്ലോ സ്റ്റോക്കായി മാറ്റുക. അപ്പോൾ പർച്ചേസിനെ സ്റ്റോക്കാക്കി മാറ്റിക്കഴിഞ്ഞു, ആ കഴിയുമ്പോഴാണ് ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും വരിക. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രയൽ ബാലൻസിലെടുക്കും. ക്ലോസിംഗ് സ്റ്റോക്ക് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ബിസിനസ്സിൽ അവശേഷിക്കുന്ന ഗുഡ്സാണ് ഈ പറയുന്ന വിൽപ്പനയെല്ലാം കഴിഞ്ഞിട്ട് അവശേഷിക്കുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. എന്നാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഭാഗമാണ്. നേരത്തെ പറഞ്ഞ പോലെ പർച്ചേസിൻ്റെ ഭാഗമാണ്. അതും കൂടെ കൂട്ടി അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ വാങ്ങുന്ന ഗുഡ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ആ വർഷത്തെ സെയില് വരുമ്പോൾ ആ പർച്ചേസും കൂടെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രയൽ ബാലൻസിൽ എടുക്കുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എല്ലാം മനസ്സിലാക്കി ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ പഠിക്കാൻ എളുപ്പമാണ്. ഒന്നുകൂടെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കുമുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.